ഗൈസ്, എല്ലാവർക്കും ടെക് ഫോർ അവർ മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്ന ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. എന്താണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നതെന്നല്ലേ? ഇതാണ് സാധനം. ഇതെന്താണെന്ന് വെച്ചാൽ ഒരു സൂപ്പർ സ്റ്റാർട്ടർ കിറ്റാണ്. ആർഡിനോ വെച്ചിട്ടുള്ള ഒരു സൂപ്പർ സ്റ്റാർട്ടർ കിറ്റാണ്. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. ക്യാമറമാനെ ചേർത്തോട്ട്. ഇതാണ് ഇപ്പോൾ ഒരു അടിപൊളി ഒരു ബോക്സിൽ മറ്റേ ഞെക്കി നമ്മൾ കൊച്ചിലെ ഞെക്കി കളിക്കുന്ന സാധനത്തിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കൊച്ചിലെ ഇങ്ങനെ എടുത്തിട്ട് ഞെക്കി കളിക്കാൻ വേണ്ടി. ആ ഒരു സാധനത്തിലൊക്കെ ഇട്ട് പൊതിഞ്ഞാണ് നിർണ്ണയിക്കുന്നത്. ഇലക്ട്രോണിക്സ് ഐറ്റം ആയതുകൊണ്ട് പ്രശ്നമൊന്നും പൊട്ടിയൊന്നും പോകാതിരിക്കാൻ വേണ്ടിയായിരിക്കും. നമുക്കിതൊന്ന് പൊട്ടിച്ചു നോക്കാം. വീണ്ടും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സ് ഉണ്ട്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സും കൂടെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. നമുക്ക് അതിനകത്ത് അതും കൂടെ ഇളക്കി നോക്കാം. കൊള്ളാമല്ലോ. ഇതിനകത്ത് വീണ്ടും ഉണ്ടാകും ഞെക്കി പൊട്ടിക്കുന്ന സാധനം. ഞാൻ കൊച്ചിലെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഞെക്കി പൊട്ടിച്ച് കളിക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ ഞെക്കി പൊട്ടിച്ച് കളിക്കാൻ വേണ്ടിയുള്ള ഈ സാധനം. ഓക്കെ, നമുക്ക് വിഷയത്തിൽ നിന്ന് മാറിപ്പോട്ടെ. നമുക്ക് ഇതാണ് ഒരു സൂപ്പർ സ്റ്റാർട്ടർ കിറ്റാണ്. ആർഡിനോ വെച്ചിട്ടുള്ള ഒരു സൂപ്പർ സ്റ്റാർട്ടർ കിറ്റാണ്. ഇതാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ആർഡിനോ വെച്ചിട്ടുള്ള പ്രോജക്ട്സ് ഒരുപാട് കൂട്ടുകാർ ആർഡിനോ വെച്ചിട്ടുള്ള പ്രോജക്ട്സ് ചോദിച്ചായിരുന്നു. അവർക്ക് വേണ്ടിയാണ് ഞാനിത് ഇപ്പം ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നമുക്കിതിൻ്റെ ഓരോ പാർട്സ് ആയിട്ട് നോക്കാം. എല്ലാ പാർട്സിൻ്റെതും പേര് എനിക്കറിയത്തില്ല. പിന്നെ ഗൂഗിൾ ഉള്ളതുകൊണ്ട് നമുക്ക് നോക്കാം. ഗൂഗിളിൽ നോക്കിയാലും നിങ്ങൾക്ക് ഇതിൻ്റെ പേരെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇത് മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ സാധനം ഇതുകൊണ്ട് വയ്ക്കുകയാണ്. ഇത് നമുക്ക് വേണ്ട പോട്ടെ. ഇതാണ് നമ്മുടെ മെയിൻ സാധനം, ആർഡിനോ ബോർഡ്. ആർഡിനോ യൂനോയുടെ ഒരു ബോർഡാണ്. നമുക്കിത് പൊട്ടിക്കാം. അതെ, ആർഡിനോ ബോർഡ് യൂനോയുടെ ഒരു ചെറിയൊരു ബോർഡാണ്, ചെറുതൊന്നുമല്ല. ഇതിനകത്ത് കുറേയൊക്കെ എഴുതിയിട്ടുണ്ട്. ആർഡിനോ യൂനോ. ഇതാണ് ബോർഡ്. ഇതിന് നമുക്ക് കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള പിന്നാണ് ഇത്. ആ വയറാണിത്. ഇതിൻ്റെ ഈ പിന്ന് ഇവിടെ കണക്ട് ചെയ്യുക. പിന്നെ ഇതൊരു USB-യുടെ മെയിൽ പോർട്ടായിരിക്കും. ഇത് കമ്പ്യൂട്ടറിലെ USB-യുടെ ഫീമെയിൽ പോർട്ടിലേക്ക് കണക്ട് ചെയ്ത് നമുക്ക് ഇതിനകത്ത് കോഡ് ലോഡ് ചെയ്യാനും അതേപോലെ കറണ്ട് കൊടുക്കാനൊക്കെ ഇതുവഴിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി അപ്പോൾ തൽക്കാലം ഇത് നമ്മൾ നോക്കിയ സ്ഥിതിക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് ആർഡിനോ ബോർഡ്, അതിൻ്റെ വയർ. ഇനി അടുത്തത് അറിയാവുന്ന കാര്യങ്ങളിലോട്ട് പോവാം. അറിയാത്തതൊക്കെ പിന്നെ അവസാനം നോക്കിയിട്ട് അറിയാവുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. ഇത് കുറച്ച് വയേഴ്സാണ്, വയറാണെന്ന് തോന്നുന്നു. കുറച്ച് വയറാണ്. ജമ്പർ വയർ എന്നാണ് ഇനി പറയുന്നത്. പൊടിച്ച് കാണിക്കാം. ഒരുപാട് ഒരു സെറ്റ് 2 സെറ്റ് ജമ്പർ വയറാണ് ഇത്. ഇതിൻ്റെ 2 സൈഡിലും കൂർത്ത ഓരോ മുനകളിലൊക്കെ ആയിരിക്കും. ഇതിനെയാണ് ജമ്പർ വയർ എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് നമുക്ക് പൊട്ടിച്ച് നോക്കിക്കൊണ്ട് ഇത് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു ബാറ്ററിയുടെ, നമ്മളെ സാധാ ബാറ്ററിയുടെ 9 വാൾട്ടിൻ്റെ ഒക്കെ ബാറ്ററി കണ്ടില്ലേ, നീല കളറിൽ ഇരിക്കുന്ന ആ ബാറ്ററിയുടെ അതിനകത്ത് കൊടുക്കാൻ പറ്റിയതും പിന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയത്. ഇതിനകത്തല്ല. ഈ ബോഡി പറ്റുമോ അറിയത്തില്ല. നോക്കാം. ഈ ബോഡിയിൽ ആണ്. ഈ ബോഡി കണക്ട് ചെയ്യുന്നതാണ്. ഈ ബോർഡിലേക്ക് കറണ്ട് കൊടുക്കാൻ വേണ്ടി കണക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതാണ് അടുത്ത് കൊടുത്തേക്കുന്നത്. അതിൻ്റെ കണക്ടറാണ് 9 വാൾട്ടോ നമ്മൾ കൊടുക്കുന്ന ബാറ്ററി അനുസരിച്ചുള്ള കണക്ടറാണ്. ഓക്കെ, അത് മാറ്റി വയ്ക്കാം. കവർ ഇതൊക്കെ സാധനം നമ്മൾ പോട്ട്. പിന്നെ ഒരു റിമോട്ടാണ്. നമ്മൾ സാധാ സെറ്റിനകത്ത്, കാറിനകത്ത് സെറ്റിനകത്തൊക്കെ വയ്ക്കുന്ന ഒരു സൈസ് റിമോട്ടാണ് ഇത്. മറ്റേ IR റിമോട്ടാണ്. ഇതിനകത്ത് ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഒരു റിമോട്ടാണ്. ഇതിൻ്റെ വർക്കിംഗ് ഇതിൻ്റെ ആവശ്യം ഇതിനകത്ത് എന്തുവാണെന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. നമുക്കത് നോക്കാം, ചെയ്ത് നോക്കാം. ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രോജക്റ്റ് കാണുമായിരിക്കും. നമുക്ക് ഇനി ഒരു ഡിസ്കും കൂടെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിസ്ക് ഇല്ല ഗൈസ്, എന്നെ തേച്ചു ഗൈസ്. ഡിസ്ക് ഇല്ലെന്നാണ് തോന്നുന്നത്. അവരുടെ കോഡും കുറച്ച് കാര്യങ്ങളും എന്ന് വെച്ചാൽ ഒരുപാട് പ്രോജക്റ്റിന്റെ കോഡുകൾ അടങ്ങുന്ന ഒരു ഡിസ്ക് അവർ പറഞ്ഞിരുന്നു. അതിനകത്തില്ല. ഓക്കെ, നോക്കാം. അടുത്തത് ഞങ്ങൾ ഓജോ ബോർഡ് കോളേജിൽ പഠിക്കുമ്പോൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഓജോ ബോർഡ് എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്ന ഒരു സാധനമാണ്. ഇതിന്റെ കറക്റ്റ് പേര് ബ്രെഡ് ബോർഡ്. ഒരു മിനി ബ്രെഡ് ബോർഡാണ് ഈ തന്നിരിക്കുന്നത്. ഒരു മിനി ബ്രെഡ് ബോർഡാണിത്. ഇതാണ് മിനി ബ്രെഡ് ബോർഡ്. ഓക്കെ, അത് മാറ്റി വെച്ചു. ഇത് അടിപൊളി ഒരു സാധനമാണ്. ഇതാണ് സാധനം. ഇത് IR അല്ല, ഇത് അൾട്രാസോണിക് സെൻസറാണ്. അൾട്രാസോണിക് സൗണ്ടിനെ ഡിറ്റക്ട് ചെയ്യുന്ന ഒരു സെൻസറാണിത്. അൾട്രാസോണിക് സെൻസർ. ഇത് നമുക്ക് ഇത് വെച്ചുള്ള പ്രോജക്റ്റ് ഇതുണ്ടല്ലേ, ഏതാണ് ഹാൻഡ് സാനിറ്റൈസർ. നമ്മൾ കൈ വെക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ഹാൻഡ് സാനിറ്റൈസർ, അതൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു സെൻസറാണിത്. നമുക്ക് ആ പ്രോജക്റ്റൊക്കെ ചെയ്യാം. ഓരോരോ പ്രോജക്റ്റ് നമുക്ക് ഓരോരോ ദിവസമായിട്ട് ചെയ്യാം. ഇനി അടുത്തത് കവറൊക്കെ വാരിപ്പറക്കി കളയാണ്. ഇനി ഞാൻ തിരിച്ചെന്തോന്നിട്ട് വെക്കുമോ. അടുത്ത LED ആണ് കേട്ടോ. എത്ര LED ഉണ്ടോ നോക്കാം. തുരുമ്പൊക്കെ അടിച്ചിരിക്കുക. തുരുമ്പൊന്നും അല്ല, എൻ്റെ കവറിൻ്റെ കളറാണിത്.
അതെ, നീല കളറിലെ ഒരു LED ആണ്. ഒന്നല്ല, 1 2 3 4 5 LED ഉണ്ട്. നീല കളറിലെ 5 LED ഉണ്ട്. നമുക്ക് നാളെ ചെയ്യാൻ പോകുന്ന ഈ LED കത്തിക്കുന്ന, നമുക്കൊരു ഓർഡിനോ ബോർഡ് വെച്ച് LED കത്തിക്കുന്ന എക്സ്പെരിമെന്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നാളത്തേന് നമുക്ക് ആവശ്യം വരുന്ന ഒരു കാര്യമാണിത്, LED-യുടേത്. പിന്നെ അടുത്തത് വേണ്ട ഒരുപാട് റെസിസ്റ്റേഴ്സ് ആണ്. 25 റെസിസ്റ്റർ ഉണ്ട്. 10K റെസിസ്റ്റൻസ് ആയിരിക്കും. അതെ, 25 റെസിസ്റ്റർ ഉണ്ട്. 25 റെസിസ്റ്റർ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ആവശ്യം വരും. ഈ റെസിസ്റ്ററിന്റെ ആവശ്യം വരുമ്പോൾ നമ്മളിപ്പം ഈ കമ്പ്യൂട്ടറിൽ നമ്മൾ അല്ലെങ്കിൽ പ്രോഗ്രാം ചെയ്യുന്ന ഒരു ഫോണിൽ കൂടെ നമുക്ക് പ്രോഗ്രാം ചെയ്യാം, കമ്പ്യൂട്ടറിൽ കൂടെ നമുക്ക് പ്രോഗ്രാം ചെയ്യാം. അപ്പൊ കമ്പ്യൂട്ടറിൽ കൂടെ നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ട് നമുക്ക് ഇതിന് വർക്ക് ചെയ്യിപ്പിക്കാനാണെങ്കിൽ നമുക്ക് ഇതിന്റെ ആവശ്യം വരുന്നില്ല, ഈ റെസിസ്റ്ററിന്റെ ആവശ്യം വരുന്നില്ല. പക്ഷെ നമ്മൾ പുറത്തുനിന്നൊരു എക്സ്റ്റേണൽ ആയിട്ടൊരു പവർ സപ്ലൈ കൊടുക്കുകയാണ്. കമ്പ്യൂട്ടറിൽ നിന്നുള്ള പവർ എടുത്തുകൊണ്ടാണ്, അതായത് USB കേബിൾ വഴിയുള്ള പവർ എടുത്തുകൊണ്ടാണ് നമുക്ക് പ്രോഗ്രാം ചെയ്യേണ്ടതെങ്കിൽ ഈ റെസിസ്റ്ററിന്റെ ആവശ്യമില്ല. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് എക്സ്റ്റേണൽ ആയിട്ട് ഒരു പവർ സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു റെസിസ്റ്റൻസ് അതിന് കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ ഈ കമ്പോണൻസ് ഒക്കെ അടിച്ചു പോകും. ഈ ബൾബിന്റെ പ്രോഗ്രാം ആയാൽ പോലും അത് നമ്മൾ കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയുള്ള റെസിസ്റ്റർ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. 25 റെസിസ്റ്റർ ഉണ്ട്. ഇനി ഇത് ബസറാണെന്ന് തോന്നുന്നു കേട്ടോ. ആണ്, ബസറാണ്, ആക്റ്റീവ് ബസറാണിത്. സൗണ്ട് ഇതാക്കുന്ന ബീപ്പ് എന്ന് പറയുന്ന സൗണ്ട് വരുന്ന ബസറാണ് ഈ കൊടുത്തിരിക്കുന്നത്. 7 സെഗ്മെന്റ് LED-യുടെ ഒരു ഡിസ്പ്ലേ ആണ്. 1 മുതൽ 8 വരെയുള്ള ഡിജിറ്റ്സ് ഇതിനകത്ത് ഡിസ്പ്ലേ ആയി കാണിക്കുന്നുണ്ട്. 7 സെഗ്മെന്റ് LED-യുടെ 1 മുതൽ 8 അല്ല 9 വരെ, 1 മുതൽ 9 വരെ, 9 ആണോ 8 ആണോ അറിയത്തില്ല, പ്രോഗ്രാം ചെയ്യുമ്പോൾ അറിയാൻ പറ്റും, നോക്കാം. ഒരു 7 സെഗ്മെന്റ് ഡിസ്പ്ലേയുടെ ഒരു സിംഗിൾ ഡിസ്പ്ലേ ആണ്, ഒരു ഡിജിറ്റ് മാത്രം വരുന്ന ഒരു ഡിസ്പ്ലേ ആണിത്. ഇത് വെച്ചിട്ടുള്ള പ്രോഗ്രാം നമ്മൾ പണ്ടെന്നല്ല, ഞാനൊരു 2 വർഷം മുമ്പ് സെക്കൻഡ് ഇയർ ആയിരുന്നു, അപ്പം പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമുക്ക് ലാബിൽ ഒരു പ്രോഗ്രാം ചെയ്യാനുണ്ടായിരുന്നു. 7 സെഗ്മെന്റ് LED-യിൽ അല്ല ഡിസ്പ്ലേയിൽ നമ്മൾ ഔട്ട്പുട്ട് കാണിക്കുന്ന പ്രോഗ്രാം ചെയ്യാനുണ്ടായിരുന്നു. അതേപോലുള്ള എന്തെങ്കിലും പ്രോഗ്രാം നമുക്ക് ഇത് വെച്ച് ചെയ്യാം. ഒരുപാട് ആവശ്യം വരുന്ന കാര്യങ്ങൾ തന്നെ ഇത്. ഇതിന് RGB LED ആണ്. ഇതിന് 4 കാര്യമാണ്. RGB LED ആണ്. ഇത് ഞാൻ പൊട്ടിച്ച് കാണിക്കുന്നില്ല. RGB LED ആണിത്. പൊട്ടിക്കാൻ കുഴപ്പമില്ല, പൊട്ടിക്കാൻ വന്നു. അതെ, 4 ഇതാണ്ട് പ്രത്യേകത വെച്ചാൽ 4 കാലുണ്ട് ഇത്. കാരണം RGB LED ആണിത്. ഇത് ഏത് കളറാണോ എന്തോ, കളറൊന്നും ഇതിനകത്ത് എഴുതിയിട്ടില്ല. ഒരുവിധമുള്ള അതിൻ്റെ പേര് ഇതിനകത്ത് ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ഇത് മിക്ക സാധനത്തിൻ്റെ പേരില്ലെങ്കിലാണ് ഞാൻ പെട്ടുപോകുന്നത്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അറിയാത്ത കാര്യങ്ങളുണ്ട്. പിന്നെ പെട്ടി ഒന്ന് പൊട്ടിയിട്ടുണ്ട്. ഇനി അവർ ട്രാൻസ്പോർട്ട് ചെയ്തതിൻ്റെ വല്ലതും പറ്റിയതായിരിക്കും. അടുത്ത സെൻസറാണ്, ടച്ച് സെൻസറാണ്. ടച്ച് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയുള്ള സെൻസറാണ് കേട്ടോ. ടച്ച് സെൻസറാണ്. ഇത് പൊട്ടിക്കാൻ മറ്റേപോലെ ഓപ്പൺ അല്ലാതാണ്. ഇതാണ് ടച്ച് സെൻസറാണ്. ഞാൻ ക്യാമറയിൽ അടുത്തേക്ക് കാണിക്കാം. ഇത് ടച്ച് സെൻസറാണ്, ടച്ച് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയുള്ള സെൻസറാണ്. ഇത് നമുക്ക് ഇത് വെച്ച് ഒരുപാട് പ്രോജക്റ്റ് ചെയ്യാം. ഒരുപാട് പ്രോജക്റ്റാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ നാളെ നമ്മളൊരു ബൾബ് കത്തിക്കുന്ന പ്രോജക്റ്റ് തുടങ്ങി. ഒരുപാട് ഈ ആർഡിനോ ബോർഡിന്റെ പ്രൊജക്ട്സിന്റെ ഒരുപാട് ഒരു സീരീസ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നമ്മളിപ്പം ചെയ്യുന്ന സിയുടെ പ്രോജക്റ്റാണ്, സിയുടെ സീരീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ സമയം അനുസരിച്ച് എനിക്ക് മാക്സിമം ഞാൻ ഒരു ദിവസം ഒരു വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അതേപോലെ ഒരു ദിവസം ഒന്നി സിയുടെ പ്രോജക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഓർഡിനോയുടെ പ്രോജക്റ്റ് ആയിരിക്കും. അങ്ങനെ നമുക്ക് എന്തെങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ ചെയ്തുകൊണ്ട് പോവാം. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് ഇതും അടുത്ത റെസിസ്റ്റർ ആണ് കേട്ടോ. ഇത് 25 എണ്ണം ഉണ്ട്. 220 ഓമിൻ്റെ 25 റെസിസ്റ്റർ ആണ്. അതുകൊണ്ട് 220 ഓമിൻ്റെ 25 റെസിസ്റ്റർ ആണ് വന്നിരിക്കുന്നത്. റെസിസ്റ്റർ ആവശ്യം പോലെ ഉണ്ട്. ഇനി LED, ഗ്രീൻ LED ആണ്. നേരത്തെ നമ്മൾ നോക്കിയത് ബ്ലൂ LED ആയിരുന്നു തോന്നുന്നു, അല്ലേ? ബ്ലൂ LED ആയിരുന്നു. ഇനി വെച്ചാൽ അടുത്തത് ഗ്രീൻ LED ആണ്. ഇതും 5 എണ്ണമാണ്. 5 പീസാണ് പറഞ്ഞിരിക്കുന്നത്. പച്ച കളറിലെ LED. കവറൊക്കെ പൊട്ടിച്ച് പുറത്തു വരാൻ പോയൊരു സാധനം. ഇതിൻ്റെ പേര് റീഡ് സ്വിച്ച്. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മൾ ഇത് വെച്ച് പ്രോജക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം. അവർ കുറച്ച് കോഡ് ഇതിനകത്ത് തരുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ കോഡൊന്നും ഇതിനകത്ത് ഞാൻ കണ്ടില്ല. കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം. കോഡൊക്കെ ചെയ്തെടുക്കാൻ പാടൊന്നുമില്ലല്ലോ. ഇത് വെച്ച് എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും, എന്തെങ്കിലുമൊക്കെ ഉപയോഗം കാണുമായിരിക്കും. നമുക്ക് ചെയ്ത് നോക്കാം. റീഡ് സ്വിച്ചാണ് ഇത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു സെൻസറാണ്, PIR മോഷൻ സെൻസറാണിത്. ഇതും പൊട്ടിക്കണമെങ്കിൽ ഞാൻ ഇപ്പോഴേ പൊട്ടിക്കല്ലെങ്കിൽ അതെ, ഇത് മോഷൻ സെൻസറാണ്. ഇത് ഇന്നലെ മെനഞ്ഞാൽ ഞങ്ങൾ ലാബിൽ പോയപ്പോൾ സാർ ഇതേപോലെ എടുത്തു. ഞാൻ അന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. അതിൻ്റെ ഉപയോഗം അറിയത്തില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്ത് നോക്കാം. മോഷൻ സെൻസർ, മോഷൻ വെച്ചിട്ടുള്ള എന്തെങ്കിലും പ്രോഗ്രാം നമുക്ക് ചെയ്ത് നോക്കാം. ഇത് മോഷൻ സെൻസറാണ്. കവറിനകത്ത് തിരിച്ചിട്ടേക്കാം, അല്ലെങ്കിൽ ഏതൊക്കെ എവിടെ നിന്ന് എടുത്തതെന്ന് എനിക്ക് തന്നെ ഒരു പിടുത്തം കാണത്തില്ല. കവറിൻ്റെ പേരൊക്കെ മാറിപ്പോയാലേ
അടുത്തതെന്ന് വെച്ചാൽ കപ്പാസിറ്റർ ആണ്, സെറാമിക് കപ്പാസിറ്റർ ആണ്. ഇതാണ് 1 കിലോ ഓമിന്റെ റെസിസ്റ്റർ ആണ് കേട്ടോ. ഇത് കുറച്ച് 5 എണ്ണേ ഉള്ളൂ. 1 കിലോ ഓമിന്റെ 5 റെസിസ്റ്റർ ആണ് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് എത്ര ഓമിന്റെ ആണെന്ന് എനിക്ക് അറിയത്തില്ല. 1 കിലോ ഓമിന്റെ 5 റെസിസ്റ്റർ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് വീണ്ടും റെസിസ്റ്റർ ആണ് കേട്ടോ. ഇത് 1 കിലോ ഓം തന്നെ, വീണ്ടും 1 2 3 4 5 വീണ്ടും 5 എണ്ണം ഉണ്ട്. ഇപ്പൊ 10 എണ്ണം ആയിട്ടുണ്ട്. 1 കിലോ ഓമിന്റെ 10 റെസിസ്റ്റർ ആയിട്ടുണ്ട് ഗൈസ്. 10 അല്ല, അതാണ് വീണ്ടും 5 15 15 5 20 25. അപ്പൊ എന്തോ ചാടി താഴെ പോയിട്ടുണ്ട്. റെസിസ്റ്റർ തന്നെ. അപ്പൊ 5 എണ്ണം വെച്ചുള്ള 5 ഇതായിട്ടാണ്. 1 3 4 5. അപ്പൊ ടോട്ടൽ 25 എണ്ണം ഉണ്ട് കേട്ടോ. 1 കിലോ ഓമിന്റെ 25 റെസിസ്റ്റർ ഉണ്ട്. ഓക്കെ, അത് ആവശ്യം വരും. ഇനി അടുത്തതാണ് കപ്പാസിറ്റർ ആണ്. ഇതാണ്ടേ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ആണ്. ഇതും 5 എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. 5 ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ആണ് ഇത്. കപ്പാസിറ്റർ നമുക്ക് ആവശ്യം വരുന്നതാണ് ഓരോ പ്രൊജക്ട്സിനകത്ത്. ഇനി അടുത്ത ഒരു LED ആണ്, യെല്ലോ LED. നമുക്ക് അപ്പോൾ ഏതൊക്കെ LED കിട്ടി? ആദ്യം ഒരു നീല കിട്ടിയായിരുന്നു, പിന്നെ ഒരു ഗ്രീൻ കിട്ടിയായിരുന്നു. ഇപ്പോൾ അടുത്ത യെല്ലോയുടെ LED ആണ്. ഇത് 5 എണ്ണമാണ്, 5 LED ആണ് ഇത്. ഇതൊന്നും പൊട്ടിച്ച് ഞാൻ കളയുന്നില്ല. അടുത്തതെന്ന് വെച്ചാൽ ടയറാ അല്ല, സ്വിച്ചാണ് കേട്ടോ. സ്വിച്ചൊക്കെ പൊട്ടിപ്പോയ അല്ലാതെ ഇളകിയിരിക്കുന്നതാണ്. സ്വിച്ചാണ്, സെൽഫ് ലോക്കിംഗ് ബട്ടൺ ആണിത്. സെൽഫ് ലോക്കിംഗ് സ്വിച്ച് അല്ലെങ്കിൽ സെൽഫ് ലോക്കിംഗ് ബട്ടൺ എന്ന് പറയാം. ഇത് 2 എണ്ണം ഉണ്ട്, 2 പീസാണ് കൊടുത്തിരിക്കുന്നത്. ഇനി വീണ്ടും ഇതൊരു ഫോട്ടോ റെസിസ്റ്റർ ആണ്. ഫോട്ടോ റെസിസ്റ്റർ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ ഉപയോഗം കറക്റ്റ് എനിക്ക് അറിയത്തില്ല. ഇത് ഫോട്ടോ റെസിസ്റ്റർ ആണിത്. അതേപോലെ വീണ്ടും ഒരു കപ്പാസിറ്റർ ആണ് കൊടുത്തത്, ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ആണിത്. ഇതും ഒരു കപ്പാസിറ്റർ ആണ്. ഇതിൻ്റെയൊക്കെ കപ്പാസിറ്റൻസിയും മറ്റു വാല്യൂ ഒക്കെ വ്യത്യാസം കാണും, പക്ഷെ ഞാൻ കറക്റ്റ് അതിനെക്കുറിച്ച് ഒട്ടൊന്നും പോകുന്നില്ല. ഇത് വീണ്ടും ഒരു RGB LED ആണിത്. RGB LED ഒരു പീസ് നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു. ഇത് അടുത്ത RGB LED അടുത്ത പീസാണ്. ഇനി എന്ന് പറഞ്ഞാൽ ഇത് DH11 സെൻസറാണ്. നമ്മൾ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയൊക്കെ സെൻസർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സെൻസറാണ്. ഇപ്പോൾ ഞങ്ങളൊരു പ്രോജക്റ്റിനകത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ടോപ്പിക് ആയിരുന്നു ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി സെൻസർ നമ്മുടെ കാർഷിക മേഖലയിൽ. അപ്പോൾ അന്ന് അത് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഒരു സെൻസർ വെച്ചായിരുന്നു, DH11 സെൻസർ വെച്ചായിരുന്നു, DHT11 ഈ സെൻസർ വെച്ചിട്ടായിരുന്നു. ഇത് നമുക്ക് ഒരുപാട് ഉപയോഗമുള്ളതാണ്. നമുക്കിപ്പോൾ ഈ സെൻസർ വെച്ചിട്ട് ചൂട് കൂടുമ്പോൾ ഈ വീട്ടിലെ ഈ ഫാൻ ലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഓഫ് ചെയ്യുക, ഓൺ ചെയ്യുക, അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണിത്. ഇതിൻ്റെ പ്രോജക്റ്റ് നമുക്ക് എന്തായാലും കാണിക്കാം. ഇനി അടുത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്നതെന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു ബട്ടൺ ആണ് കേട്ടോ. 3 ബട്ടൺ ഉണ്ട്, 3 ബട്ടൺ ആണിത്, 3 സ്വിച്ച് ആണ് കേട്ടോ, 3 സ്വിച്ച് ആണിത്. അതേപോലെ ഇനി പൊട്ടിച്ച് വെച്ച് ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, ഒരു പീസും കൂടെ ഉണ്ട്. ആണ്ട് RGB LED, വീണ്ടും ഒരു RGB LED ആണ്. ക്യാമറ ഇങ്ങോട്ടുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് 1299 രൂപയുടെ ഒരു ഇതിന്. ഞാൻ ബ്രെഡ് ബോർഡ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇച്ചിരി കൂടെ വലിപ്പം പ്രതീക്ഷിച്ചു. കുഴപ്പമില്ല, നമുക്ക് ചെയ്തെടുക്കാൻ ഇത്രയൊക്കെ മതി. അതാണ് ഡബിൾ സൈഡ് ടേപ്പൊക്കെ ഉള്ളതാണ്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, ഇത് ഒട്ടിച്ച് വയ്ക്കുന്നതല്ലല്ലോ. നമ്മൾ ഈ ഒരു ബ്രെഡ് ബോർഡിനകത്താണ് ഒട്ടുമിക്ക കാര്യങ്ങളും ചെയ്യുന്നത്. 2 ഡബിൾ സൈഡ് ടേപ്പൊക്കെ ഉണ്ട്, നമുക്കത് വേണ്ട. ഓക്കെ, ബ്രെഡ് ബോർഡിൻ്റെ കവറായിരുന്നു ഇത്. പിന്നെ ഉള്ളത് അൾട്രാസോണിക് സെൻസർ, ഒരുപാട് അൾട്രാസോണിക് സെൻസറിന്. ഇത് ആർഡിനോ ബോർഡിൻ്റെ, അതിൻ്റെയൊക്കെ കവർ എവിടെയാണെന്ന് അറിയത്തില്ല. അവിടെ ഇത്രയും കാര്യങ്ങൾ 1299 രൂപയ്ക്ക് വലിയ നഷ്ടമായിട്ട് എനിക്ക് തോന്നിയില്ല. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുപാട് പ്രോജക്റ്റ് ചെയ്യാൻ പറ്റും, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി ഞാൻ ഏതാണ്ട് ഒരു ഇൻഫ്രാറെഡ് റിസീവറും ഉണ്ട് കേട്ടോ. ഇത് ഇതിൻ്റെ ഇടയിൽ എവിടെയോ കിടന്നെയാണ്, ഇത് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയില്ലാന്ന് തോന്നുന്നു. ഒരു ഇൻഫ്രാറെഡ് റിസീവറും ഇതിനകത്തുണ്ട്. ഇത്രയും കാര്യങ്ങൾ ക്യാമറ ഇങ്ങോട്ട് വാങ്ങുകയാണ്. ഇത്രയും കാര്യങ്ങൾ 1299 രൂപയുടെ ഈ ഒരു ബോക്സിൽ ഒട്ടും നഷ്ടമായിട്ട് തോന്നിയിട്ടില്ല. നല്ല പാക്കിങ്ങും ആയിരുന്നു അവർ തന്നതെന്ന് വെച്ചാൽ. ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. നമുക്ക് അടുത്ത ദിവസം തൊട്ട് നമുക്ക് ഇതിൻ്റെ അടുത്ത ഓരോരോ പ്രോജക്ട്സ് ഇത് വെച്ചിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം ജസ്റ്റ് ഒരു LED ബ്ലിങ്ക് ചെയ്യാൻ വേണ്ടിയുള്ള പ്രോജക്റ്റ്, പിന്നെ 2 LED വെച്ച് തന്നെ ഒരുപാട് പ്രോജക്റ്റ് നമുക്ക് ചെയ്യാനുണ്ട്. നമുക്ക് എല്ലാം കൂടെ ചെയ്ത് കളയുന്നില്ല. ഇപ്പോൾ LED വെച്ചുള്ള കുറച്ച് പ്രോജക്ട്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പം നാളെ തൊട്ട് നമുക്ക് ഇതിൻ്റെ പ്രൊജക്ട്സിൻ്റെ വീഡിയോ ഇട്ട് തുടങ്ങാം. ഇന്ന് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ നമുക്ക് നാളെ കാണാം. പിന്നെ സിയുടെ സീരീസിൽ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഞാൻ എല്ലാ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ നമ്പർ ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിച്ചാൽ മതി, ഏത് സമയത്ത് സപ്പോർട്ട് കാണും. പിന്നെ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെൽ ഐക്കൺ കൂടി അമർത്തുക. അപ്പോൾ ഇന്നത്തെ നമുക്ക് നിർത്താം. ഓക്കെ, ബൈ.